ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 കേക്കുകളുടെ ഡെക്കറേഷനാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതായിരുന്നു ആദ്യത്തേത്. ഇതൊരു ഹാഫ് kg വെയിറ്റ് വരുന്ന മിൽക്കി നട്ട്സ് ഫ്ലേവറിലുള്ളൊരു കേക്കാണ്. റിച്ച് ആയിട്ടുള്ള ഫില്ലിങ്ങും ഫ്രോസ്റ്റിങ്ങും ഒക്കെ വരുന്ന കേക്കാണ് നമ്മുടെ മിൽക്കി നട്ട്സ്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ഉള്ളിൽ കാഷ്യൂസും ആൽമണ്ട്സും അതുപോലെ തന്നെ ചോക്കോ ചിപ്സും കണ്ടൻസ്ഡ് മിൽക്കും ഒക്കെയാണ് ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കേക്കിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ ഇതുപോലെ ഗനാഷ് ഡ്രിപ്പിംഗ് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഡ്രിപ്സ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇത് കുറച്ച് നട്ട്സും കൂടെ ചോപ്പ് ചെയ്തിട്ട് കേക്കിൻ്റെ ടോപ്പിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ചെയ്യാനുണ്ടാകുന്നത് ഒരു ഹാഫ് kg റെഡ് വെൽവെറ്റ് കേക്കാണ്. അപ്പോൾ ഇന്ന് ഞാൻ കേക്കിൻ്റെ സൈഡ്സിൽ മാത്രമാണ് നമ്മൾ ക്രംസ് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എളുപ്പ പരിപാടി എന്ന് പറഞ്ഞാൽ കേക്കിൻ്റെ ടോപ്പിലായിട്ട് ജസ്റ്റ് ക്രംസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പരിപാടി എളുപ്പത്തിൽ കഴിയും. അപ്പോൾ ഞാൻ കരുതി ഇന്ന് സൈഡ്സിൽ മാത്രം ഇതുപോലെ ക്രംസ് ഇട്ട് കൊടുക്കാൻ. അപ്പം നമ്മൾ ഇതുപോലെ സൈഡ്സിലെല്ലാം ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു സ്ക്രേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ സൈഡ്സ് ഫുള്ളൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കേക്കിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗാർണിഷ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഗനാഷ് വെച്ചിട്ടാണ് റൈറ്റിങ്സ് കൊടുക്കുന്നത്. നല്ലൊരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഗനാഷ് എടുത്തു കഴിഞ്ഞാൽ റൈറ്റിങ്സ് കൊടുക്കാൻ എളുപ്പമാണ്. എങ്കിലും ചില സമയത്ത് നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ആവാണ്ട് ഇടയ്ക്ക് കിടപ്പുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് എഴുതാനൊന്നും പറ്റാറില്ല. ഇടയ്ക്ക് എനിക്ക് അങ്ങനത്തെ അബദ്ധമൊക്കെ പറ്റാറുണ്ട്. പക്ഷേ ഇന്ന് വലിയ പ്രശ്നമില്ലാണ്ട് നമുക്ക് എഴുതിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി ഉണ്ടാകുന്നത് ഒരു 1 kg റെഡ് വെൽവെറ്റ് തന്നെയാണ്. ഇതൊരു വെഡിങ് കേക്കാണ്. ആക്ച്വലി റിസപ്ഷന് വേണ്ടിയിട്ടുള്ള വെഡിങ്ങിന് ശേഷമുള്ള റിസപ്ഷന് വേണ്ടിയിട്ടുള്ള കേക്കാണ് കേട്ടോ. ഇത് ആക്ച്വലി നമ്മൾ 2-3 കേക്കുകളുടെ ഡിസൈൻസ് അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ കസ്റ്റമർ ഓരോ കേക്കിൽ നിന്ന് ഓരോ പോർഷൻ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കാണാൻ ഞാൻ ഈഗേർലി വെയിറ്റിംഗ് ഏതാണ് എങ്ങനെ ഇതിൻ്റെ ഒരു ഔട്ട് ലുക്ക് വരും എന്നുള്ളത്. അപ്പോൾ താഴത്തെ ആ ഒരു ഫോൾട്ട് ലൈൻ പോർഷൻ എല്ലാം വരുന്നത് ഒരു കേക്കിൽ നിന്നായിരുന്നു. പിന്നെ ഈ ഷുഗർ ബോൾസ് വെച്ച് കൊടുക്കുന്നത് വേറൊരു ഡിസൈനിൽ നിന്നായിരുന്നു നമ്മൾ ഇതിലോട്ട് കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് വലിപ്പമുള്ള ടൈപ്പാണ് ഷുഗർ ബോൾസ് വെച്ച് കൊടുക്കുന്നത്. അത് ഫുള്ള് കവർ ചെയ്തതിന് ശേഷം പിന്നെ സൈസ് കുറഞ്ഞിട്ടുള്ള കുഞ്ഞ് ഷുഗർ ബോൾസ് വെച്ച് കൊടുക്കണം. അപ്പം ഞാൻ കൈവച്ചിട്ട് തന്നെ ഇങ്ങനെ ഓരോന്നോരോന്നിട്ട് എടുത്തിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല ഒത്തിരി ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് സൈഡ്സിലോട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ കളർ വരുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡ്, പർപ്പിളിൻ്റെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ആ ഒരു ഷെയ്ഡിലാണ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്കിതിലോട്ട് ഇനി ഒരു എഡിബിൾ ഫോട്ടോ പ്രിൻ്റ് കൂടെ വയ്ക്കാനുണ്ട്. അപ്പോൾ അതിലുള്ള അവരുടെ ഡ്രസ്സിൻ്റെ ഷെയ്ഡ് വരുന്നത് ഒരു പർപ്പിൾ ആയതുകൊണ്ടാണ് കേക്കിന് ആ ഒരു ഷെയ്ഡ് തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കേക്കിൽ ഒരു റെഡ് കളറായിരുന്നു ഫ്ലവർ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അത് മാറ്റിയിട്ട് ഈ ഒരു പർപ്പിൾ ഷെയ്ഡിൽ തന്നെയുള്ള ഫ്ലവർ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ ഒരു തവണ എടുത്തിട്ട് നമ്മുടെ പ്രിൻ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇളകി വരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ഇളകി വരുന്നു. പ്രത്യേകിച്ച് റെയിനി ഒരു ടൈം ആയതുകൊണ്ട് ഇളകി വരാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്തോ നമ്മുടെ പ്രിൻ്റ് ഈസി ആയിട്ട് തന്നെ ഇളകി ഇങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നൈഫ് വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അതിനകത്തുനിന്ന് വിടിയിച്ചെടുത്തിട്ട് നമ്മുടെ കേക്കിൻ്റെ ടോപ്പ് പോർഷനിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അറൗണ്ട് ഒരു 4:30ക്കാണ് നമുക്കിത് കൊടുക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 4 മണി സമയത്താണ് ഞാൻ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ കേക്കിൻ്റെ ടോപ്പിൽ ബോർഡർ സെറ്റ് ചെയ്യാമെന്നുണ്ട് ആദ്യം വിചാരിച്ചത്. പിന്നെ വിചാരിച്ച ബോർഡർ ചിലപ്പോൾ ബോറായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ടോപ്പിലൊക്കെ കൊടുക്കുന്ന ആ സെയിം തന്നെ ഷുഗർ ബോൾസ് ആ ടോപ്പ് പോർഷനിലും കൂടെ ഒരു ബോർഡർ പോലെ ഒന്ന് അടുക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു ഷെയ്ഡിൽ തന്നെ വരുന്ന ഒരു ഫ്ലവറാണ് വെച്ച് കൊടുക്കുന്നത്. അതും ഒരു വൈറ്റ് ഫ്ലവറും കൂടെ. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കിത് ചെയ്യാനായിട്ട് അധികം സമയം ഉണ്ടായിരുന്നില്ല. തലേ ദിവസമാണ് ഈ കേക്കിൻ്റെ വർക്ക് നമുക്ക് വരുന്നത്. പിറ്റേ ദിവസം സൺഡേ ആയതുകൊണ്ട് ഷോപ്സും ഒന്നും ഓപ്പൺ അല്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളതൊക്കെ വെച്ചിട്ടാണ് നമ്മളിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഉദ്ദേശിച്ച ഫ്ലവേഴ്സൊന്നും എനിക്ക് ആക്ച്വലി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഫ്രഷ് ഫ്ലവറാണ് പ്ലാൻ ചെയ്തത്, പക്ഷെ നമുക്ക് അതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കയ്യിലുണ്ടായിരുന്ന ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നമ്മൾ ആ കേക്കൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതായിരുന്നു കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടായിരുന്നത്. കേക്ക് അവർക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. ടേസ്റ്റ് വൈസും അതുപോലെ ലുക്ക് വൈസും ഒക്കെ അവർക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാ വർക്കുകളുടെയും ഫൈനൽ ലുക്ക് കൂടെ ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതായി കൂടുതൽ ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം നമ്മുടെ വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.